വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. 10th പ്രിലിംസിന്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകുന്നവർ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മള് 2 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു 10th പ്രിലിംസിലെ. സ്റ്റേജ് 2 ക്യാൻസൽ ചെയ്തു എന്ന് നമുക്കറിയാം. ആ സ്റ്റേജ് 2-ല് നമ്മുടെ 16ാം നിയമസഭയെ കുറിച്ച് 3 ചോദ്യങ്ങൾ ഉണ്ടായി. ഒന്ന്, 16ാം നിയമസഭയിലെ നിയമമന്ത്രി ആരാണ്? ആഭ്യന്തരമന്ത്രി ആരാണ്? ഇനി താഴെ തന്നിരിക്കുന്നവയിൽ മന്ത്രിസഭയിൽ നിന്നുള്ള തെറ്റായ ജോഡി ഏതാണ്? അതില് 4 ചോദ്യങ്ങൾ. അപ്പൊ ശരിക്കും 4-2 6 എന്ന് തന്നെ നമുക്ക് പറയാം. 6 ചോദ്യങ്ങളായിട്ട് വന്നു. 3 മാർക്ക് നമുക്ക് അവിടെ ലഭിക്കുന്ന രീതിയിലായിരുന്നു. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് 16ാം കേരള നിയമസഭ. ഇന്ന് നമ്മൾ പതിനാറാമത്തെ കേരള നിയമസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഈ 16ാം കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. അത് 16ാം കേരള നിയമസഭയാണ്. എന്നാൽ എത്രാമത്തെ തിരഞ്ഞെടുപ്പാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ 17ാമത്തെ തിരഞ്ഞെടുപ്പാണ് എന്നാണ് പറയാം. എത്രാമത്തെ തിരഞ്ഞെടുപ്പാണ്? 17ാമത്തെ തിരഞ്ഞെടുപ്പ്. എന്തുകൊണ്ടാണ് 16ാമത്തെ കേരള നിയമസഭയാണ് എന്നാൽ 17ാമത്തെ തിരഞ്ഞെടുപ്പാണെന്ന് പറയുന്നത്? അത് ഞാൻ ടീച്ചറുടെ ഇടയിൽ പറയുന്നതായിരിക്കും. ക്ലാസ് മുഴുവൻ നിങ്ങൾ കേൾക്കാട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണത്. ഈ തിരഞ്ഞെടുപ്പ് 16ാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് 2026 ഏപ്രിൽ മാസം 9-ാം തീയതിയാണ്. ഫലപ്രഖ്യാപനം നടന്നത് 2026 മെയ് മാസം 4-ാം തീയതിയാണ്. എന്നാൽ സത്യപ്രതിജ്ഞയുണ്ടായത് 2026 മെയ് മാസം 18-ാം തീയതിയാണ്. അപ്പോ ഫലം പ്രഖ്യാപിച്ചു മെയ് 14, സത്യപ്രതിജ്ഞ മെയ് 18. എന്നാൽ തിരഞ്ഞെടുപ്പ് 2026 ഏപ്രിൽ 9. ഏപ്രിൽ 9 കഴിഞ്ഞ് മെയ് 4 വരെ കാത്തുന്നു അല്ലെ ഫലപ്രഖ്യാപനത്തിന്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടിവിയിലും പേപ്പറുകളിലും ഒക്കെ നമ്മൾ കാണുകയുണ്ടായി ഇത്രയും വൈകുന്നതിന്റെ അല്ലെ സത്യപ്രതിജ്ഞയാണ്. ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ് ഏത് മണ്ഡലത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഏത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ് ഉള്ള ജില്ല? മലപ്പുറം ജില്ല. ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ് ഉള്ള മണ്ഡലം തിരൂർ മണ്ഡലം. ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ് ഉള്ള ജില്ല മലപ്പുറം. ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ് ഉള്ള മണ്ഡലം തിരൂര്. ഏറ്റവും കുറവ് വോട്ടേഴ്സ് ഉള്ള ജില്ല വയനാട്. ഏറ്റവും കുറവ് വോട്ടേഴ്സ് ഉള്ള മണ്ഡലം എറണാകുളം മണ്ഡലം. ക്ലിയർ ആയില്ലേ? ഇനി കേരള നിയമസഭയിലെ 16ാം കേരള നിയമസഭയിലെ പോളിംഗ് ശതമാനം എത്രയാണ് എന്ന് ചോദിച്ചാൽ 79.63% പോളിംഗ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് ആര്? ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി പി കെ കുഞ്ഞാലിക്കുട്ടി. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം പി കെ കുഞ്ഞാലിക്കുട്ടി നേടിയെങ്കിൽ മലപ്പുറം മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം പി കെ കുഞ്ഞാലിക്കുട്ടി. ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടിയത് മണലൂർ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത സി രവീന്ദ്രനാഥാണ്. അദ്ദേഹം ഇതിനു മുമ്പ് എന്താണ് വിദ്യാഭ്യാസ മന്ത്രി പദവിയിലൊക്കെ ഇരുന്നിട്ടുള്ള ശ്രീ രവീന്ദ്രനാഥാണ്. തൃശ്ശൂർ ജില്ലയിലെ അല്ലെ മണലൂർ മണ്ഡലം. ഇനി വനിതാ പ്രാതിനിധ്യം 16ാം കേരള നിയമസഭയിലെ വനിതകൾ എത്ര പേരാണ്? 11 വനിതകൾ. വനിതാ പ്രാതിനിധ്യം 11. യു ഡി എഫിന് എത്ര സീറ്റ് കിട്ടുകയുണ്ടായി? യു ഡി എഫിന് 102 സീറ്റ് കിട്ടി. എൽ ഡി എഫിന് എത്ര സീറ്റ് കിട്ടി? എൽ ഡി എഫിന് 35 സീറ്റ് കിട്ടി. എൻ ഡി എക്ക് എത്ര സീറ്റ് കിട്ടി? എൻ ഡി എക്ക് 3 സീറ്റ് കിട്ടി അല്ലെ. ഇനി അടുത്തത് 16ാം കേരള നിയമസഭയിലെ പ്രോട്ടേം സ്പീക്കർ ആരാണ്? 16ാം കേരള നിയമസഭയിലെ പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ. ജി സുധാകരൻ. ഇനി സ്പീക്കർ ആരാണ് എന്ന് ചോദിച്ചാൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്?
ഡെപ്യൂട്ടി സ്പീക്കറുടെ പേര് ചോദിച്ചാൽ ഷാനിമോൾ ഉസ്മാൻ. ഷാനിമോൾ ഉസ്മാൻ ആണ് ഡെപ്യൂട്ടി സ്പീക്കർ. അടുത്തത് പ്രതിപക്ഷ നേതാവ് ആരാണ്? പ്രതിപക്ഷ നേതാവ് ആരാണ്? പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവ് ആരാണ്? പിണറായി വിജയനാണ്. അടുത്ത നമ്മൾ എന്താ പഠിക്കാൻ പോണേ? അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് മുഖ്യമന്ത്രിയെ കുറിച്ചാണ്. മുഖ്യമന്ത്രി നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനാണ്. അദ്ദേഹം പറവൂർ മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്തത്. കേരളത്തിൽ മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തിയാണ് VD സതീശൻ. മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തി. കേരളത്തിലെ 24ാമത്തെ മുഖ്യമന്ത്രി. 24ാമത്തെ മുഖ്യമന്ത്രി. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ക്യാൻസൽ ചെയ്തേലെ, കേരളത്തിലെ നിയമമന്ത്രി ആര്? അപ്പോ മുഖ്യമന്ത്രി നിയമം കൈകാര്യം ചെയ്യുന്നുണ്ട്. ധനകാര്യമന്ത്രി ആര്? മുഖ്യമന്ത്രി തന്നെയാണ് ധനകാര്യവും കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ബഡ്ജറ്റ് അവതരിപ്പിക്കുക അദ്ദേഹമാണ്. അതുപോലെ തന്നെ പൊതുഭരണം ഇദ്ദേഹത്തിന്റെ കീഴിലാണ്. ഇനി അടുത്തത് എന്താണ്? തുറമുഖം ഇദ്ദേഹത്തിന്റെ കീഴിലാണ്. അടുത്തത് ശാസ്ത്ര സാങ്കേതിക മേഖല. ഇതും ആരുടെ കീഴിലാണ്? VD സതീശന്റെ കീഴിലാണ്. അടുത്തത് രണ്ടാമത് നമ്മളോട് ചോദിക്കുകയാണ്, ആരാണ് ആഭ്യന്തരമന്ത്രി? ചോദിച്ചു ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറില്, ആരാ ആഭ്യന്തരമന്ത്രി? അതുപോലെ തന്നെ ജയിൽ കൈകാര്യം ചെയ്യുന്നത് ആര്? വിജിലൻസ് കൈകാര്യം ചെയ്യുന്നത് ആര് എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ആരുടെ പേര് പറയും? രമേശ് ചെന്നിത്തല. ആരാണ്? രമേശ് ചെന്നിത്തലയുടെ പേര് പറയണം. ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യം, കേരളത്തിൽ ഈ നിയമസഭയിൽ പൊതുവിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത്, പൊതുവിദ്യാഭ്യാസം മാത്രല്ല ന്യൂനപക്ഷ ക്ഷേമം, പൊതുവിദ്യാഭ്യാസം, ന്യൂനപക്ഷ ക്ഷേമം എന്നിവ കൈകാര്യം ചെയ്യുന്നു N ഷംസുദ്ദീൻ. N ഷംസുദ്ദീൻ ആണ്. അപ്പൊ പൊതുവിദ്യാഭ്യാസം കൂടാണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് വേറൊരു മന്ത്രി ഉണ്ട്. ഉന്നത വിദ്യാഭ്യാസം ആരാണ്? റോജി M ജോൺ. റോജി M ജോൺ ആണ് ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് ആരോഗ്യമന്ത്രി ആരാണ്? ആരോഗ്യമന്ത്രി. ദേവസ്വം മന്ത്രി ആരാണ്? ഈ ആരോഗ്യം ദേവസ്വം ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വകുപ്പുകളാണ്. അത് K മുരളീധരന്റെ കീഴിലാണ്. മുരളീധരൻ. അതുപോലെ തന്നെ പ്രധാനമാണ് വൈദ്യുതി. വൈദ്യുതി. വൈദ്യുതി ചോദിച്ചിട്ടുണ്ട്. വൈദ്യുതി നമ്മൾ പറഞ്ഞില്ലേ, ചേരുംപടി ചേർക്കാൻ പറഞ്ഞു ചോദിച്ചതിൽ ആരോഗ്യം, ദേവസ്വം, വൈദ്യുതി, വ്യവസായം ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വൈദ്യുതി. അതുപോലെ തന്നെ പരിസ്ഥിതി. വൈദ്യുതി, പരിസ്ഥിതി. പാർലമെന്ററി കാര്യം. പാർലമെന്ററി കാര്യം ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് സണ്ണി ജോസഫ് ആണ്. ആരാണ്? സണ്ണി ജോസഫ് ആണ്. ആരാണ്? സണ്ണി ജോസഫ് ആണ്. ക്ലിയർ ആയില്ലേ? അടുത്തത് വ്യവസായ മന്ത്രി ആര്? വ്യവസായം, അതുപോലെ വാണിജ്യം, IT, AI സാങ്കേതിക വിദ്യ, പിന്നെ ടെക്സ്റ്റൈൽസ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ്. PK കുഞ്ഞാലിക്കുട്ടിയാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇനി 16ാം കേരള നിയമസഭയിലെ റവന്യൂ മന്ത്രി. റവന്യൂ മന്ത്രി AP അനിൽകുമാർ. ധനകാര്യം അതുപോലെ തന്നെ റവന്യൂ, അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കരുത്. ധനകാര്യം ചോദിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. റവന്യൂ അനിൽകുമാർ ആണ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്തത് വനിതാ ശിശുക്ഷേമം. വനിതാ ശിശുക്ഷേമം, അതുപോലെ തന്നെ തൊഴില്, അതുപോലെ ക്ഷീരവികസനം. ക്ഷീരവികസനം
ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ബിന്ദു കൃഷ്ണയാണ്. ബിന്ദു കൃഷ്ണ. ഇനി അടുത്തത് എക്സൈസ് മന്ത്രി ആരാണ്? ഈ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആള് തന്നെ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. രണ്ടും എം ലിജു. ആരാണ്? എം ലിജു. ഇനി കൃഷി വകുപ്പ് മന്ത്രി ആര്? ടി സിദ്ദിഖാണ്. കൃഷി വകുപ്പ് ടി സിദ്ദിഖാണ് കൃഷി വകുപ്പ്. അടുത്തത് സാംസ്കാരിക മന്ത്രി, ടൂറിസം മന്ത്രി, അതുപോലെ തന്നെ സിനിമ മേഖലയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആര്? ഇങ്ങനെ ചോദിച്ചാൽ പി സി വിഷ്ണുനാഥിന്റെ പേര് പറഞ്ഞോളോ. പി സി വിഷ്ണുനാഥ. അടുത്തത് കായികം. എന്താണ്? കായിക മന്ത്രി. അതുപോലെ തന്നെ എന്താണ്? യുവജനകാര്യം. യുവജനകാര്യം. പിന്നെ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ. അതുപോലെ തന്നെ മ്യൂസിയം. മ്യൂസിയം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ഒ ജെ ജനീഷാണ്. ഒ ജെ ജനീഷാണ്. ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം പൊതുമരാമത്ത്. എന്താണ്? പൊതുമരാമത്ത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരാണ്? പി കെ ബഷീർ ആണ്. പി കെ ബഷീർ. പൊതുമരാമത്ത്. അടുത്തത് തദ്ദേശ സ്വയംഭരണം. തദ്ദേശ സ്വയംഭരണം ആരുടെ കീഴിലാണ്? കെ എം ഷാജി. ആരാണ്? കെ എം ഷാജിയാണ് തദ്ദേശ സ്വയംഭരണം. അടുത്തത് ഫിഷറീസ് മന്ത്രി. ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. സാമൂഹ്യ നീതി കൈകാര്യം ചെയ്യുന്നു. അതൊക്കെ ആര് എന്ന് ചോദിച്ചാൽ വി ഇ അബ്ദുൾ ഖാദർ. വി ഇ അബ്ദുൾ ഖാദർ. വി ഇ സോറി അബ്ദുൾ ഗഫൂർ. ഖാദർ അല്ല, വി ഇ അബ്ദുൾ ഗഫൂർ. അടുത്തത് ഭക്ഷ്യം, അതുപോലെ തന്നെ സിവിൽ സപ്ലൈസ്. ഭക്ഷ്യം, സിവിൽ സപ്ലൈസ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അനൂപ് ജേക്കബാണ്. അനൂപ് ജേക്കബാണ്. അനൂപ് ജേക്കബാണ് എന്ന് ഓർത്തു വെക്കാട്ടോ. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ? ഭക്ഷ്യം, അതുപോലെ തന്നെ സിവിൽ സപ്ലൈസ്. ഇനി അടുത്തത് പട്ടികജാതി. പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക ക്ഷേമം എന്നിവ കൈകാര്യം ചെയ്യുന്നത്. എഴുതുമ്പോ അത്ര ക്ലിയർ ആവാത്തത് എന്താണെന്നറിയാമോ മക്കളെ? ടീച്ചർ ഇവിടെ കറണ്ട് ഇല്ല. അപ്പൊ ആ സമയത്ത് അങ്ങനെയാണ്. കറണ്ട് ഇല്ലെങ്കിൽ ചാർജ് കുറയുമ്പോ ഇങ്ങനെയാട്ടോ. അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കണട്ടോ നിങ്ങള്. പട്ടികജാതിയൊക്കെ ആരാണ്? കെ എ തുളസി ആണ്. അടുത്തത് വനം, അതുപോലെ തന്നെ വന്യജീവി സങ്കേതം. അതൊക്കെ ആരാണ്? ഷിബു ബേബി ജോൺ. ഷിബു ബേബി ജോൺ. ഷിബു ബേബി ജോൺ ആണ്. ഇനി ഭവന നിർമ്മാണം, ഭവനം, ജലസേചനം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് മോൻസ് ജോസഫ്. ജലസേചനം മോൻസ് ജോസഫ്. മോൻസ് ജോസഫ്. അടുത്തത് ഗതാഗതം. എന്താണ്? ഗതാഗത മന്ത്രി ആരാണ്? സി പി ജോണ്. എന്താണ്? സി പി ജോണാണ് ഗതാഗത മന്ത്രി. ഇനി ടീച്ചർ ആദ്യം ഒരു കാര്യം പറഞ്ഞു, 1965 അല്ലെ? അല്ല സോറി, നമ്മൾ പറഞ്ഞു 16ാം കേരള നിയമസഭയാണ് ഇത്. പക്ഷെ എന്നാൽ തിരഞ്ഞെടുപ്പ് എത്രാമത്തെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയാ? 17ാമത്തെയാണ് എന്ന് പറയും അല്ലെ? അതെന്താണ് അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് ടീച്ചർ അടുത്ത് പറയാൻ പോകുന്നത്. 1965 കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. പക്ഷെ ഒരു മുന്നണിക്കും ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ആ എന്താ പറയാ, അത് പിരിച്ചുവിടാണ്. നിയമസഭ പിരിച്ചുവിടാണ്. എന്താ അതുകൊണ്ട് തന്നെ എന്താ പറയണത്, കേരളത്തില് എത്ര തിരഞ്ഞെടുപ്പ് നടന്നു? നിയമസഭ പിരിച്ചുവിടല്ല, അത് ആ ഇലക്ഷൻ തന്നെ ഇല്ലാണ്ടായി അല്ലെ? അതായത് ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല, അപ്പൊ പിരിച്ചുവിട്ടു.
അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, തിരഞ്ഞെടുപ്പ് 17 നടന്നു. പക്ഷെ നിയമസഭ എത്രാമത്തെയുള്ളൂ? 16-ാമത്തെയാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4-5 ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ടീച്ചർ മുമ്പ് മന്ത്രിമാരെ കുറിച്ച് ടീച്ചർ ഒരു ക്ലാസ് ഇട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായില്ല. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇതില് പറഞ്ഞതാണ് കേട്ടോ.